2024 ജൂലൈ 26 വെള്ളിയാഴ്ച ഫ്രാൻസിന്റെ തലസ്ഥാന നഗരമായ പാരീസിൽ ഒളിമ്പിക്സ് മാമാങ്കത്തിന്റെ തിരി തെളിയുമ്പോൾ ലോകത്തിന്റെ കണ്ണും കൈയും മെയ്യും പാരീസിലേക്ക് തിരിയും. പരസ്പരം കോർത്തുവച്ച ഒളിമ്പിക് വർണ്ണവളയങ്ങൾക്ക് കീഴിലേക്ക് ആ വളയങ്ങൾ പ്രതിനിധീകരിക്കുന്ന 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകളും വന്നു ചേരും. പുതിയ ദൂരവും വേഗവും ഉയരവും കുറിക്കാൻ അവർ മത്സരിക്കും. ലോകം മുഴുവനെന്ന പോലെ ഒരു കളിക്കളത്തിലേക്ക് ഒഴുകിയെത്തുമ്പോഴും കളിക്കളങ്ങളിലേക്ക് പ്രതീക്ഷയോടെയുള്ള ഒരു നോട്ടം പോലും തോക്ക് ചൂണ്ടി തടയിടുന്ന ചില കലി അവതാരങ്ങളും കലാപഭൂമികളും ഈ ലോകത്തുണ്ട്. അത്തരമൊരു കലാപഭൂമിയിൽ നിന്ന് 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിലേക്ക് എത്തിയ വനിതാ അത്ലറ്റാണ് സമിയ യൂസഫ് ഒമർ. ട്രാക്കിൽ ഓടി വിജയിച്ചില്ലെങ്കിലും ആ ട്രാക്ക് വരെ എത്താനായി എന്നത് സമിയ ഒമറിന്റെ വിജയം തന്നെയായിരുന്നു. പക്ഷെ ആ വിജയത്തിന്റെ പേരിൽ തന്നെയാണ് സമിയ ജീവിതത്തിൽ തോൽപ്പിക്കപ്പെട്ടത്. സൊമാലിയയിലെ കലാപഭൂമിയിൽ നിന്ന് കളിക്കളത്തിലേക്ക് പ്രതീക്ഷയോടെ യാത്ര ചെയ്ത സമിയയുടെ ജീവിത പോരാട്ടത്തിന്റെ കഥയുടെ ചുരുക്കമാണ് ഇത്. 1991 സൊമാലിയയുടെ തലസ്ഥാനമായ മൊഗദിഷുവിലാണ് സമിയ യൂസഫ് ഒമർ ജനിച്ചത്. ഒമർ യൂസഫ് ദഹാബോ അലി ദമ്പതികളുടെ 6 മക്കളിൽ മൂത്തവളായിരുന്നു സമിയ യൂസഫ് ഒമർ. പിന്നോക്ക ഗോത്ര വിഭാഗത്തിലുള്ള കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന അവഗണന സമിയ അനുഭവിച്ചിരുന്നു. തൻ്റെ 8ാമത്തെ വയസ്സിൽ സമിയയ്ക്ക് കച്ചവടക്കാരനായ പിതാവിനെയും അമ്മാവിനെയും ഒരു തീവ്രവാദി ആക്രമണത്തിൽ നഷ്ടമായി. അവിടെ തുടങ്ങുന്നു സമിയയുടെ ജീവിത പോരാട്ടത്തിൻ്റെ കഥ. ജീവിത സാഹചര്യങ്ങളോട് പൊരുതാനുറച്ച അവളുടെ മാതാവ് ദഹാബോ അലി സൊമാലിയയുടെ തലസ്ഥാനമായ മൊഗദിഷുവിലേക്ക് തൻ്റെ 6 കുട്ടികളുമായി നീങ്ങി. തെരുവിലെ ഒരു കുടിലിൽ താമസിച്ച് കിട്ടുന്ന ജോലിക്ക് പോയി ദഹാബോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന സമിയയ്ക്കായിരുന്നു ഇളയ സഹോദരങ്ങളെ നോക്കുവാനുള്ള ചുമതല. അതോടെ അവളുടെ പഠനം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാൽ തൻ്റെ മാതാവ് ദഹാബോ അലിയുടെ പ്രോത്സാഹനം കൊണ്ട് സമിയ കായിക രംഗത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങി. മികച്ച പരിശീലകരോ പരിശീലനമോ ലഭിക്കാനുള്ള സാമൂഹിക സാഹചര്യം ഇല്ലാഞ്ഞിട്ടും മൊഗദിഷുവിലെ ചെറിയ മൈതാനങ്ങളിൽ സമിയ ഓട്ടം പരിശീലിക്കാൻ തുടങ്ങി. സമിയയുടെ പരിശീലനം അവളെ സൊമാലിയ നാഷണൽ ടീമിൽ എത്തിച്ചു. പിന്നോക്ക സമുദായത്തിൽപ്പെട്ട തന്നെ സ്പോർട്സ് കൗൺസിൽ ദേശീയ ടീമിലേക്ക് പരിഗണിക്കും എന്ന ഒരു സ്വപ്നം പോലും അവൾക്കുണ്ടായിരുന്നില്ല. 2008 രാജ്യത്തെ പ്രതിനിധീകരിച്ച് അവൾ എത്യോപ്യയിൽ നടന്ന ആഫ്രിക്കൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. അതായിരുന്നു അവളുടെ ആദ്യത്തെ രാജ്യാന്തര മത്സരം. 100 മീറ്റർ സ്പ്രിന്റ് മത്സരത്തിൽ അവസാന സ്ഥാനത്ത് എത്താനേ സമിയയ്ക്ക് കഴിഞ്ഞുള്ളൂ. എങ്കിലും അതേ വർഷം നടന്ന ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള അവസരം അവൾക്ക് ലഭിച്ചു. സ്ത്രീകൾ കളിക്കളത്തിൽ പോയിട്ട് പൊതുനിരത്തിൽ പോലും ദേഹം മുഴുവൻ മറയ്ക്കാത്ത വസ്ത്രം ധരിക്കരുതെന്ന ഉഗ്രശാസനം നടത്തുന്ന തീവ്ര വിഭാഗമായ അൽ ഷബാബ് തീവ്രവാദികളുടെ നടുവിൽ നിന്നായിരുന്നു സമിയ ഒളിമ്പിക്സ് ട്രാക്കിലേക്ക് എത്തിയത്. പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സ് ട്രാക്കിലെത്തിയ സമിയയ്ക്ക് മത്സരത്തിൽ വിജയിക്കാനായില്ലെങ്കിലും ലോകത്തിന്റെ ശ്രദ്ധയും പ്രോത്സാഹനവും നേടാനായി. എന്നാൽ നാട്ടിൽ തിരിച്ചെത്തിയ സമിയയ്ക്ക് തീവ്രവാദ സംഘടനയായ അൽ ഷബാബിന്റെ ഭീഷണി നേരിടേണ്ടി വന്നു. അതോടെ കായിക രംഗത്ത് മുന്നേറാമെന്ന അവളുടെ പ്രതീക്ഷയ്ക്ക് മുന്നിൽ ഇരുട്ടു വീണു. താൻ ഒരു അത്ലറ്റാണെന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും പുറത്തു പറയാൻ തന്നെ സമിയ ഭയപ്പെട്ടു. എന്നാൽ വീണ്ടും ട്രാക്കിലെത്തണം എന്ന മോഹം സമിയയെ ഏതു വിധത്തിലെങ്കിലും മുന്നോട്ടു പോകാൻ പ്രേരിപ്പിച്ചു. അതിനാൽ തന്നെ മികച്ച പരിശീലകനെ കണ്ടെത്താനും ഒളിമ്പിക്സിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കുന്ന രാജ്യത്തേക്ക് പോകാനുള്ള ശ്രമമായി അവൾ. ഭീഷണികളെ ഭയന്ന് അവളും കുടുംബവും എത്യോപ്യൻ അതിർത്തിയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് താമസം മാറി. 2012 ലണ്ടൻ ഒളിമ്പിക്സ് മുന്നിൽ കണ്ട് സമിയ കുടുംബത്തെ വിട്ട് സൊമാലിയയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ചേക്കേറി. അവിടെ എത്തിയ സമിയ ഒളിമ്പിക്സ് ടീമിനുള്ള പരിശീലന ക്യാമ്പ് ആരംഭിക്കും വരെ കാത്തിരിക്കാതെ യൂറോപ്പിലേക്ക് പോകാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷെ അത് അത്ര എളുപ്പമായിരുന്നില്ല. മനുഷ്യക്കടത്തുകാർക്ക് പണം നൽകി എത്യോപ്യയിൽ നിന്ന് ലിബിയയിൽ എത്തിയ സമിയ അതിൻ്റെ പേരിൽ തന്നെ അവിടെ ജയിലിലായി. ജയിൽ മോചിതയായ സമിയ ലിബിയയിൽ നിന്ന് ഒരു ബോട്ടിൽ 70ഓളം വരുന്ന അഭയാർത്ഥികൾക്കൊപ്പം ഇറ്റലിയിലേക്ക് അനധികൃത മാർഗത്തിൽ കടക്കാൻ ശ്രമിച്ചു. മെഡിറ്ററേനിയൻ കടൽ മുറിച്ചു കടക്കാൻ ശ്രമിക്കവേ 2012 ഓഗസ്റ്റ് മാസം 19-ാം തീയതി ആ ബോട്ട് അപകടത്തിൽ മുങ്ങി. ബോട്ടിൽ നിന്ന് കടലിൽ വീണ അനേകം പേരെ ഇറ്റാലിയൻ നേവി രക്ഷിച്ചെങ്കിലും സമിയയെ അവർക്ക് കണ്ടെത്താനായില്ല. കടലിൽ മുങ്ങി മരിച്ചവരുടെ മൃതദേഹങ്ങളിൽ ആരാലും തിരിച്ചറിയപ്പെടാതിരുന്ന സമിയയുടെ മൃതദേഹവും മറ്റ് അഭയാർത്ഥികളുടെ മൃതദേഹങ്ങൾക്കൊപ്പം ഇറ്റാലിയൻ ദ്വീപായ ലംപെദൂസയിലെ ശ്മശാനത്തിൽ അടക്കം ചെയ്തു.
ഇറ്റലിയുടെ കീഴിലുള്ള ഒരു ദ്വീപാണ് ലംപെദൂസ എന്നറിയപ്പെടുന്നത്. അനധികൃതമായി ഇറ്റലിയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്ന അഭയാർത്ഥികളെ താമസിപ്പിക്കുന്ന ഒരു ദ്വീപാണ് ലംപെദൂസ. ബോട്ടപകടത്തിന്റെ പത്രവാർത്തയെ തുടർന്ന് നടന്ന അന്വേഷണത്തിലൊടുവിലാണ് മരിച്ചവരുടെ കൂട്ടത്തിൽ സമിയയും ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത്. അശാന്തിയുടെ തീരത്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് അഭിമാനത്തിന്റെ, പ്രതീക്ഷയുടെ തിളക്കം നൽകാൻ തൻ്റെ ഒരു വിജയം കൊണ്ട് കഴിയുമെന്ന് സമിയ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ സമിയയുടെ ജീവിതം പാതി വഴിയിൽ നടുക്കടലിൽ അവസാനിച്ചു. സമിയയുടേത് മോഹങ്ങളെ, പ്രതീക്ഷകളെ അടക്കി വെക്കണം എന്ന് ഭീഷണി മുഴക്കിയവരോടുള്ള മത്സരമായിരുന്നു. ജർമ്മൻ ഗ്രാഫിക് നോവലിസ്റ്റ് റെയ്നാർഡ് ക്ലെയ്സ് സമിയയുടെ ജീവിതം ഗ്രാഫിക് നോവലിന്റെ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രസ്തുത നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനം ആൻ ഒളിമ്പിക് ഡ്രീം ദ സ്റ്റോറി ഓഫ് സമിയ യൂസഫ് ഒമർ 2016 പ്രസിദ്ധീകരിച്ചു. സമിയയെ ജീവിതത്തിന്റെ ട്രാക്കിൽ നിന്ന് മടങ്ങാൻ നിർബന്ധിതയാക്കിയ, സഹജീവികളുടെ പ്രതീക്ഷകളുടെ ചിറകരിയുന്ന, സമാനതകളില്ലാത്ത ക്രൂരതയുടെ ആൾരൂപങ്ങൾ ഇപ്പോഴും സൊമാലിയയിലെ കലാപഭൂമിയിൽ നിറഞ്ഞാടുന്നു. ആ കലാപഭൂമിയിൽ നിന്ന് ഇന്നും ശാന്തിയുടെ, പ്രതീക്ഷയുടെ തീരം തേടി അനേകം അഭയാർത്ഥികൾ മെഡിറ്ററേനിയൻ കടൽ താണ്ടിപ്പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം പാരീസിൽ ഒളിമ്പിക്സിന്റെ ആഘോഷാരവം ഉയർത്തുമ്പോഴും മെഡിറ്ററേനിയൻ കടലിൽ അലയടിക്കുന്ന തിരകളിൽ ആരും കേൾക്കാത്ത ഒരു നിലവിളി ശബ്ദം ഒതുങ്ങിപ്പോകുന്നു.